വളരെ ദീർഘമായ ഒരു യാത്ര ചെയ്ത് നമ്മുടെ മാവേലി നമ്മുടെ ഈ കോട്ടയത്തുള്ള ഈ വീട്ടിൽ ഒരു അതിഥിയായി വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിന് നമ്മൾ കൊടുക്കുന്ന ഗംഭീരമായ വരവേൽപ്പാണ് ചെയ്തത്. അദ്ദേഹത്തിന് നമ്മൾ ഈ വരവേൽപ്പ് നൽകി അതിയായ ആനന്ദമുണ്ടെന്ന് പറയുകയാണ് ചെയ്തത്. അദ്ദേഹം വളരെ കാലമായിട്ട് പാതാള കല്യാണം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മലയാളം ഇല്ലെന്ന്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ വന്നത്. മലയാളത്തിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. മലയാള ഭാഷ മറന്നു പോയതിൽ അദ്ദേഹത്തോട് ക്ഷമിക്കുന്നതാണ്. ഇടവിലാക്കൾ കുടുംബക്കാരുടെ അദ്ദേഹത്തിനുള്ള ഓണക്കാലത്തെ ഈ കുടുംബയോഗം വിനോദമാണ്. അതായത് ഓണക്കാലത്ത് മഹാബലി പണ്ട് ഭരിക്കുന്ന കാലത്ത് ഓർമ്മിപ്പിക്കുന്നതാണ് ഓണക്കാലം. അത് എല്ലാവരും സമ്പൽ സമൃദ്ധിയോടുകൂടി വളരെ ഐക്യമത്യത്തോടുകൂടി സ്നേഹവായ്പോടുകൂടിയിട്ടാണ് താമസിക്കുന്നത്. അതാണ് ഇപ്പോൾ ഇവിടെ കാണുന്നതാണ് അദ്ദേഹം പറയുന്നത്. എല്ലാവർക്കും മംഗളം നേടിയാൽ പാതാളതോയെ അന്വേഷിത വിദന്തിതം പ്രഥമപ്രസ്ഥേ സോമാശ്രിയ അന്വേഷിതം സാധാരണ എല്ലാ ആൾക്കാരും ഗണപതിലാക്കൾ കുടുംബക്കാരെ പറ്റി അന്വേഷിച്ചെന്നും പ്രത്യേകിച്ച് സോമാശ്രിയ അന്വേഷിച്ചെന്നാണ് പറയുന്നത്. ഗണപതിലാക്കക്കാരെ അന്വേഷിക്കാൻ പ്രത്യേക ഒരു കാരണമുണ്ട്. അദ്ദേഹം വേഷവേലയ്ക്കായിട്ട് ആദ്യം വന്നത് കേരളത്തിൽ കൊടുങ്ങല്ലൂർ എന്ന സ്ഥലത്താണ്. അവിടെ വന്ന് അദ്ദേഹം പ്രസംഗിച്ച് വളരെ മാനസപ്പെടുത്തി. എന്നിട്ട് കുറെ കാലം അവരെ നമസ്കാരങ്ങളും പ്രാർത്ഥനകളും പഠിച്ചു. അവരെല്ലാം മാമോദിസാക്കി. എന്നിട്ട് പിന്നെ കുറെ കഴിഞ്ഞ് അദ്ദേഹം നിലയ്ക്കൽ എന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. വരുന്ന വഴിക്ക് 2-3 ദിവസം നടന്നു വരാനേ പറ്റുള്ളൂ. നടന്നു നടന്ന പാല വരെ വന്നു. പാല വരെ വന്നപ്പോൾ നേരം സന്ധ്യ ആകാം. അവിടുന്ന് നീതിലാലും തെക്കോട്ട് നടന്ന് കടയം എന്ന സ്ഥലത്ത് വന്നപ്പോൾ നേരം സന്ധ്യ കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു, ഇനി എവിടെയെങ്കിലും ഒരു വീട്ടിൽ കയറി തങ്ങാതെ ഇന്നത്തെ രാത്രി നടക്കുന്നത് ശരിയല്ല എന്നങ്ങനെ വിചാരിച്ചു നിൽക്കുമ്പോൾ അദ്ദേഹം പ്രാർത്ഥന കേട്ടു. ആകാശങ്ങളിലിരിക്കുന്ന ബാബാ പ്രാർത്ഥനാ മുഹിതം സോമാവിയ അത്ഭുത ശബ്ദായ. നിന്റെ തീരുമാനം ശുഭമാക്കപ്പെടണം, നിന്റെ രാജ്യം വരണം, നിന്റെ ജീവൻ ആകാശത്തിലെ പോലെ പൂർണ്ണമാണ് എന്ന് പറയാൻ ചെല്ലുമ്പോൾ ബാക്കി കുറെ ആൾക്കാർ ഞങ്ങളുടെ അന്നിപ്പം ഇന്നും ഞങ്ങൾക്ക് തിരികെ ഞങ്ങളുടെ ദോഷക്കാരോട് ഞങ്ങൾ കേൾക്കുന്നത് പോലെ ഞങ്ങളുടെ ദോഷങ്ങൾ ഞങ്ങളോട് പുറക ഞങ്ങളുടെ പരീക്ഷയിൽ രക്ഷയുണ്ടെന്ന് ആമേ എന്ന് പറഞ്ഞു. ഇത് കേട്ട് സോമശ്രീ അത്ഭുതമാണ്. ഇവിടെയാണ് ഈ പ്രാർത്ഥന പഠിപ്പിക്കാൻ വന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചു. ഞാൻ കാര്യം കൊടുങ്ങല്ലൂർ വന്ന് കുറെ ആൾക്കാരെ പ്രാർത്ഥന പഠിപ്പിക്കുകയും മാമോദിസാക്കുകയും എല്ലാം ചെയ്തു. എന്നാലും ഇവിടെ ഇങ്ങനെ ഇത് സംഭവിച്ചു. ഈ പ്രാർത്ഥനയാണ് തോന്നുന്നത്. ഇവിടെ ഇതിന് പ്രാർത്ഥന പഠിച്ച് ഒരു 8 വളരെ വർഷങ്ങളായതന്നെ തോന്നി. ആ രീതിയും പ്രാർത്ഥനയുടെ ശൈലികളൊക്കെ ഇട്ട് സോമശ്രീ പഠിപ്പിച്ചതല്ല എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. ആരും കൊടുങ്ങല്ലൂരിൽ നിന്ന് ഇവിടെ ഒരു പ്രയത്തിൽ താമസിക്കാതെ നേരെ ഒട്ടും ആയിട്ടുമില്ല എന്ന് അദ്ദേഹം വിചാരിച്ചു. അദ്ദേഹം വിചാരിച്ചു ഏതായാലും ഈ വീട്ടിൽ കയറി വിവരം എല്ലാവരും അന്വേഷിച്ചേ ഉള്ളൂ എന്ന് വിചാരിച്ച് വീട്ടിൽ കയറി ചെന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചോദിച്ചു, നിങ്ങളെ ആരായി ഈ പ്രാർത്ഥനയൊക്കെ പഠിപ്പിച്ചത്?
അപ്പോൾ കുടുംബത്തിന്റെ നാശനായ മാസം എന്നയാൾ ും